ഹായ്, നമ്മൾ മിക്കവാറും ആൾക്കാരും സിനിമ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. സിനിമയിലെ ദൃശ്യങ്ങൾ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശബ്ദം എന്ന് പറയുന്നത്. നമ്മളൊരു മൂവി ഹാളിൽ നിന്ന് സിനിമ കാണുന്ന സമയത്ത് സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്ന പോലെ തോന്നിക്കാനായിട്ട് സറൗണ്ട് സൗണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഈ സറൗണ്ട് സൗണ്ടിൽ തന്നെ നിരവധി ഫോർമാറ്റുകളാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ഡോൾബി, DTS, ഓറോ പോലുള്ളവ ഇതിന് ഉദാഹരണമാണ്. ഇതിൽ തന്നെ ഡോൾബി എന്ന് പറയുന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും പ്രചാരമുള്ള സൗണ്ട് ഫോർമാറ്റുകളിൽ ഒന്നാണ്. നമ്മുടെ ചുറ്റുമുള്ള ശബ്ദത്തോടൊപ്പം നമ്മുടെ മുകളിൽ നിന്ന് വരുന്ന ശബ്ദവും ഒരുപോലെ നൽകുന്ന ഡോൾബിയുടെ തന്നെ ഒരു സൗണ്ട് ഫോർമാറ്റ് ആണ് ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്നത്. സാധാരണ ഇത് നമുക്ക് മൂവി ഹാളിൽ ഇരുന്നാൽ മാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ സാധിച്ചാലോ? അതിന് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസസ് നമുക്ക് ആവശ്യമായിട്ട് വരും. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സെബ്രോണിക്സിന്റെ സെബ് ജൂക്ക് ബാർ 9900 എന്ന് പറയുന്ന സൗണ്ട് ബാർ ആണ്. സോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഡ്രീമർ. സൗണ്ട് ബാറിന്റെ മൊത്തം യൂണിറ്റ് അടങ്ങിയിട്ടുള്ള ഏറ്റവും ഔട്ടറിലുള്ള ബോക്സ് ആണിത്. ആ ബോക്സിനുള്ളിലുള്ള ഈ ഒരു പെട്ടിക്കുള്ളിലാണ് സൗണ്ട് ബാറും മറ്റു സാധനങ്ങളും വരുന്നത്. ഇന്നർ ബോക്സിന്റെ മറുവശം കാണാൻ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ആ ബോക്സിന്റെ മറ്റൊരു സൈഡിൽ ഋത്തിക് റോഷന്റെ പടം പ്രിന്റ് ചെയ്തിരിക്കുന്നതും കാണാം. ബോക്സിന്റെ മറ്റൊരു സൈഡിൽ സൗണ്ട് ബാറിന്റെ വിലയും കാര്യങ്ങളും പ്രിന്റ് ചെയ്തിരിക്കുന്നതും കാണാം. സൗണ്ട് ബാറിനും സബ്വൂഫറിനും പുറമെ ബോക്സിനുള്ളിൽ 2 ക്ലാമ്പുകളും അതിനാവശ്യമുള്ള ഫിഷറും സ്ക്രൂവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വരുന്നത് 2 ഡബിൾ സൈഡ് ടേപ്പും യൂസർ മാനുവലിലേക്കുള്ള QR അടങ്ങിയ ഒരു കാർഡുമാണ്. ഇതുകൂടാതെ ഒരു ആക്സ് കേബിളും ഒരു HDMI കേബിളും ബോക്സിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി സൗണ്ട് ബാറിന്റെ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ സൗണ്ട് ബാറിന്റെ മൊത്തം യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു സൗണ്ട് ബാർ, 2 സാറ്റിൽ സ്പീക്കർ, 2 സബ്വൂഫർ. ഇതൊരു ഇരട്ടച്ചങ്കൻ സൗണ്ട് ബാർ ആയതുകൊണ്ട് തന്നെ 2 സബ്വൂഫർ ആണ് കമ്പനി ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഓരോ കാര്യങ്ങളിലേക്കും ഡീറ്റെയിൽ ആയിട്ട് പോവാം. അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഒരു പ്രോഡക്റ്റ് ഇറങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. പലരും ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പലരുടെയും കമന്റ് സെക്ഷനിൽ ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെബ്രോണിക്സിന്റെ പ്രോഡക്ട്സ് മാക്സിമം ഒരു വർഷം വരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് കംപ്ലൈന്റ് ആകുമെന്നൊക്കെയാണ്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് ഏകദേശം ഒരു 2 വർഷം അടുപ്പിച്ച് ആകാറായിട്ടുണ്ട്. എനിക്കിതുവരെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ ഇതിൽ പാട്ട് കേൾക്കാറുണ്ട്, അതുപോലെ തന്നെ സിനിമയും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. മാത്രമല്ല ഇതൊരു പ്രീമിയം പ്രോഡക്റ്റ് കൂടെയാണ്. അതിന് എന്തോ ആയിക്കോട്ടെ, നമുക്കിനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് സൗണ്ട് ബാർ പരിചയപ്പെടാം. ഇനി സൗണ്ട് ബാർ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ബിൽഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് ഇതിലുള്ളത്. ഇനി ഇതിന്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഒരു മെറ്റൽ ഗ്രില്ലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു സൈഡിൽ നമുക്ക് സെബ്രോണിക്സിന്റെ ബ്രാൻഡിങ് കാണാം, മറ്റൊരു സൈഡിൽ നമുക്ക് ഡോൾബി അറ്റ്മോസിന്റെയും DTS-Xന്റെയും ബ്രാൻഡിങ് കാണാൻ പറ്റും. ഇനി ഇതിന്റെ ടോപ്പിലേക്ക് വരുമ്പോൾ വേറൊരു മെറ്റൽ ഗ്രില്ല് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ നടുക്കത്തെ പോർഷനിലായിട്ട് 4 ബട്ടൺസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒന്ന് പവർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ബട്ടൺ, പിന്നെ വോളിയം ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുള്ള ബട്ടൺ, പിന്നെ ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് പലതരത്തിലുള്ള ഇക്വലൈസർ മോഡുകളുണ്ട്. അത് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ബട്ടണാണ് ഒരെണ്ണം. ഇനി ഇതിന്റെ ബാക്കിലേക്ക് വരുമ്പോൾ ഒരു ഗ്ലോസി ഫിനിഷ് ആണ് കമ്പനി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഗ്ലോസി ഫിനിഷിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരും. ഓൾറെഡി ഇതിൽ കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ പവർ കേബിൾ കണക്ട് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഇതിന്റെ മറ്റൊരു സൈഡിൽ മറ്റുള്ള കണക്ടിവിറ്റിക്കായിട്ട് ഒരു യൂണിറ്റ് വന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് കണക്ടിവിറ്റി നോക്കാം. ഒരു HDMI ERCയുടെ ഒരു പോർട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു USB-യുടെ ഒരു പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ട് ഉണ്ട്. പിന്നെ നമ്മുടെ ഒപ്റ്റിക്കൽ ഇൻപുട്ടിനായിട്ടുള്ള വേറൊരു സ്ലോട്ടും വരുന്നുണ്ട്. ഇനി ഇതിന്റെ അടിഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 2 റബ്ബർ ബുഷുകൾ വരുന്നുണ്ട്. അതായത് സൗണ്ട് ബാറിനെ തെന്നിപ്പോകാതെ നല്ല സ്റ്റേൺ ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് 2 റബ്ബർ ബുഷുകൾ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ 2 വശത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല എസ്തെറ്റിക്സോട് കൂടിയുള്ള RGB ലൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. നല്ല LED ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് പല ലൈറ്റിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതിന്റെ ഓരോ കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഫ്രണ്ടില് നമുക്ക് 3 സ്പീക്കേഴ്സ് ആണ് ഇതിന്റെ അകത്ത് വരുന്നത്. 3ന്റെയും വാട്ട് എന്ന് പറയുന്നത് 65 വാട്ട് വീതമാണ്. ഇനി ഇതിന്റെ ടോപ്പിലേക്ക് വരുമ്പോൾ അതാണ് ഇതിന്റെ അറ്റ്മോസ് സ്പീക്കേഴ്സ് എന്ന് പറയുന്നത്. 2 അറ്റ്മോസ് സ്പീക്കേഴ്സ് ആണ് വരുന്നത്. രണ്ടും 55 വാട്ടിന്റെ 2 സ്പീക്കേഴ്സ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ മൊത്തം
305 വാട്ട് ആണ് ഈ ഒരു സൗണ്ട് ബാറിന്റെ മാത്രമായിട്ടുള്ള RMS ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ RMS എന്താണെന്ന് കൂടെ പറഞ്ഞുതരാം. അതായത് ഒരു സൗണ്ട് വേവിന്റെ മാക്സിമം ലൗഡ്നെസ്സിനെ കാണിക്കുന്ന ഒരു മെഷർമെന്റ് ആണ് നമ്മുടെ RMS എന്ന് പറയുന്നത്. അങ്ങനെ മൊത്തത്തില് 5 സ്പീക്കേഴ്സിനും കൂടെ മൊത്തം 305 വാട്ട് ആണ് ഈ ഒരു സൗണ്ട് ബാറിൽ നിന്ന് മാത്രം വരുന്നത്. ഇനി എങ്ങനെയാണ് ഇതിന്റെ അകത്ത് അറ്റ്മോസ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്രണ്ട് ഫയറിംഗ് സ്പീക്കേഴ്സ് എന്ന് പറയുന്ന ഫ്രണ്ടിലേക്കുള്ള സൗണ്ടുകൾ വരാൻ വേണ്ടിയിട്ടും ഈ ടോപ്പ് സ്പീക്കേഴ്സ് ആണ് അറ്റ്മോസ് സ്പീക്കേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ ടോപ്പ് സ്പീക്കേഴ്സിൽ നിന്ന് വരുന്ന ശബ്ദം നമ്മുടെ മുകളിലുള്ള, അതായത് സീലിംഗിൽ ചെന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് അത് നേരെ തിരിച്ച് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഒരു അറ്റ്മോസ് എഫക്ട് ഫീൽ ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ അകത്ത് സൗണ്ട് ബാറിന്റെ അകത്ത് അറ്റ്മോസ് എഫക്ട് വരുന്നത്. ഈ സൗണ്ട് ബാർ എന്നല്ല, ഈ ഒരു കമ്പനിയുടെ സൗണ്ട് ബാർ എന്നല്ല, എല്ലാ കമ്പനിയുടെ സൗണ്ട് ബാറിലും അങ്ങനെ തന്നെയാണ്. ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവര് അറ്റ്മോസ് എഫക്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് പരിചയപ്പെടാം. സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് നോക്കുകയാണെങ്കിൽ 2 എണ്ണം വരുന്നുണ്ട്. 2ഉം പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് തന്നെയാണ്. പിന്നെ ഒരു ഗ്ലോസി ഫിനിഷ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരും. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു മെറ്റൽ ഗ്രില്ല് നമുക്ക് കാണാൻ പറ്റും. ടോപ്പിലും അതുപോലെ തന്നെ ഒരു മെറ്റൽ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഈ മെറ്റൽ ഗ്രില്ലിനുള്ളിൽ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഒന്ന് ഫ്രണ്ട് ഫയറിംഗും ഒന്ന് ടോപ്പ് ഫയറിംഗും ആണ്. ഈ ടോപ്പ് ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ് അറ്റ്മോസ് സ്പീക്കേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സെയിം നമ്മുടെ സൗണ്ട് ബാറിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിന്റെ അറ്റ്മോസ് സ്പീക്കേഴ്സും വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഒരു RMS ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഫയറിംഗ് സ്പീക്കേഴ്സ് ആയിരുന്നാലും അതുപോലെ തന്നെ ടോപ്പ് ഫയറിംഗ് സ്പീക്കേഴ്സ് ആയിരുന്നാലും 50 വാട്ടിന്റെ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മൊത്തം 4 എണ്ണം ഉണ്ട്. 2 എണ്ണത്തിലും കൂടെ ഈ മൊത്തം ഔട്ട്പുട്ട് വരുന്നത് ഈ 2 സാറ്റലൈറ്റ് സ്പീക്കേഴ്സിനും കൂടെ 200 വാട്ട് RMS ഔട്ട്പുട്ട് ആണ് വരുന്നത്. ഇനി ഇതിന്റെ പിറകുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഹാങ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് വശത്ത് പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യാനായിട്ട് ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു വയർലെസ് സാറ്റലൈറ്റ് സ്പീക്കർ ആണ്. ഇതില് പവർ കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടിവിറ്റി ഒഴികെ വേറെ ഒരു തരത്തിലുള്ള വയർഡ് കണക്ഷൻസും ഇല്ല. പിന്നെ ഇതിന്റെ ബാക്കിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓരോ സാറ്റലൈറ്റ് സ്പീക്കേഴ്സും നമുക്ക് ലെഫ്റ്റിലോ റൈറ്റിലോ വെച്ച് ഉപയോഗിക്കാം. അതിനായിട്ട് ലെഫ്റ്റ് റൈറ്റ് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ബട്ടൺസ് ലെഫ്റ്റ് റൈറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അടിഭാഗത്തേക്ക് വരുമ്പോൾ തറയിലാണ് നമ്മൾ സ്പീക്കർ വെക്കുന്നതെങ്കിൽ സമമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് 4 ബുഷും കൂടെ കമ്പനി ഇതിന്റെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സബ് വൂഫേഴ്സിന്റെ സൈഡിലേക്ക് വരുമ്പോൾ 2 സബ് വൂഫർ ആണ് ഇതിന്റെ അകത്ത് വരുന്നത്. 2ഉം സൈഡ് ഫയറിംഗ് ആയിട്ടുള്ള സബ് വൂഫർ ആണ്. വുഡൻ മെറ്റീരിയലാണ് സബ് വൂഫർ മേക്ക് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല നൗപോയിന്റ് പോലത്തെ മെറ്റീരിയലിൽ ഒരു കോട്ടിംഗ് വരുന്നുണ്ട്. സബ് വൂഫേഴ്സിന്റെ ഫ്രണ്ടിൽ സെബ്രോണിക്സിന്റെ ഒരു ബ്രാൻഡിങ് വരുന്നുണ്ട്. സൈഡ് ഫയറിംഗ് ആയിട്ടുള്ള 2 സബ് വൂഫർ, അതുപോലെ തന്നെ ബാക്കിലാണ് ഇതിന്റെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതിൽ ഒരു സബ് വൂഫറിൽ മാത്രമാണ് പവർ ഇൻപുട്ട് വരുന്നത്. മറ്റു സബ് വൂഫറിൽ ഈ ഒരു മെയിൻ സബ് വൂഫറിൽ നിന്നുള്ള ഒരു വയർഡ് കണക്ഷൻ ആണ് വരുന്നത്. പിന്നെ ഈ മെയിൻ സബ് വൂഫറിന്റെ ബാക്കിൽ USB കണക്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ടും വരുന്നുണ്ട്. ഇനി സബ് വൂഫറിന്റെ അടിഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 4 ബുഷ് വരുന്നുണ്ട്. സബ് വൂഫർ നിലത്ത് എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ സ്റ്റേൺ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് 4 ബുഷ് വരുന്നുണ്ട്. ഇനി ഇതിന്റെ ഒരു RMS ഔട്ട്പുട്ട് പറയുകയാണെങ്കിൽ ഓരോ സബ് വൂഫറും 110 വാട്ടിന്റെ RMS ഔട്ട്പുട്ട് ആണ് തരുന്നത്. അങ്ങനെ രണ്ടും കൂടെ 220 വാട്ടിന്റെ RMS ഔട്ട്പുട്ട് ആണ് സബ് വൂഫേഴ്സ് നമുക്ക് തരുന്നത്. മൊത്തം അങ്ങനെ എല്ലാ ഒരു മൊത്തത്തിൽ എന്ന് പറയുമ്പോൾ മൊത്തം ആ ഒരു സൗണ്ട് ബാർ യൂണിറ്റിന്റെ മൊത്തം RMS ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 725 വാട്ടാണ്. ഇതാണ് ഈ സൗണ്ട് ബാറിന്റെ റിമോട്ട് എന്ന് പറയുന്നത്. 2 AA ബാറ്ററിയിലാണ് റിമോട്ട് വർക്ക് ചെയ്യുന്നത്. നേരത്തെ ഞാൻ സാറ്റ്കോ എന്ന് പറയുന്ന ഒരു പ്രൊജക്ടറിന്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റിമോട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ റിമോട്ട് വളരെ മോശപ്പെട്ട റിമോട്ടായിരുന്നു. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു റിമോട്ടാണ് സെബ്രോണിക്സിന്റെ സൗണ്ട് ബാറിനുള്ളത്. പിന്നെ ഈ സൗണ്ട് ബാറിൽ തന്നെ പലതരത്തിലുള്ള ഇക്വലൈസർ മോഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതെല്ലാം നമുക്ക് ഈ റിമോട്ട് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ഇൻപുട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ റിമോട്ട് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സൗണ്ട് ബാറിന്റെ ആ ബട്ടൺ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ RGB ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇതുവഴി നമുക്ക് റിമോട്ട് വഴിയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സൗണ്ട് ബാർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. സൗണ്ട് ബാറിലേക്ക് പവർ കൊടുക്കുമ്പോൾ ഡിസ്പ്ലേയിൽ 2 വര കാണിക്കും. ഇനി ഞാനിത് ഈ റിമോട്ട് വെച്ചിട്ട് ഒന്ന് ഓൺ ചെയ്യാണ്.
സൗണ്ട് ബാർ ഓൺ ചെയ്യുന്ന സമയത്ത് ബ്ലൂടൂത്ത് ആയിരിക്കും വരുന്നത്. അതിന്റെ സൗണ്ട് ഇങ്ങനെയാണ്. ഇനി ഇതിന്റെ അകത്തുള്ള ഇൻപുട്ട് ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന്റെ അകത്തുള്ള ഇൻപുട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇൻപുട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സൗണ്ട് ബാറിന്റെ പുറത്തുള്ള ആ ഒരു ബട്ടൺ, ആ ഒരു ഇൻപുട്ട് ചേഞ്ച് ബട്ടൺ ഉപയോഗിച്ചും നമുക്ക് കൺട്രോൾ ചെയ്യാം. അതുപോലെ ഇതിന്റെ അകത്ത് ഞാൻ പറഞ്ഞു പലതരത്തിലുള്ള ഇക്വലൈസർ മോഡുകളുണ്ട്. നമുക്ക് ആ ഇക്വലൈസർ മോഡുകൾ ഓരോന്നും ഇതിന്റെ അകത്തുള്ള റിമോട്ടിലുള്ള ഇക്വലൈസർ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് ഇതിന്റെ അകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് മൈക്ക്, കരോക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതും നമുക്ക് ഇതിന്റെ അകത്തുള്ള സെറ്റിംഗ്സിന്റെ പോലത്തെ ഒരു സിമ്പിളുള്ള ഒരു ബട്ടൺ ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു സൗണ്ട് ബാറിന്റെ കൂടെ ഒരു മൈക്കും കൂടെ വരുന്നുണ്ട്. അതൊരു വയർലെസ് മൈക്കാണ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള മൈക്കാണ്. ഇതിന്റെ അകത്ത് AA ബാറ്ററി ഇട്ടാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ ഇതിന്റെ അകത്ത് മൈക്കിന്റെ അകത്ത് തന്നെ ഒരു പവർ ഓൺ ബട്ടൺ ഉണ്ട്. അത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈക്ക് ഓൺ ആവും. ഈ മൈക്ക് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഡിസ്പ്ലേയില് ബാറ്ററി ലെവൽ കാണിക്കും. അതുപോലെ ഇതിന്റെ കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കാണിക്കും. ഇപ്പൊ ഞാൻ മൈക്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അകത്തുള്ള ആ ഒരു മൈക്ക് മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഈ മൈക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ മൈക്ക് ഒന്ന് യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഹലോ ഹലോ. ഇപ്പൊ നിങ്ങൾ കേട്ടത് ഇതിനുള്ള ആ ഒരു മൈക്കിന്റെ ആ ഒരു വോയിസ് ആണ്. അപ്പോ അത്യാവശ്യം പാട്ടൊക്കെ പാടുന്ന ഒരാളാണെങ്കിൽ ഈ മൈക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് പാട്ടൊന്നും പാടാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാനിപ്പം ആ ഒരു ഉദ്യമത്തിൽ മുതിരുന്നില്ല. എന്തായാലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു മൈക്കും കൂടെ ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഈ ഒരു സൗണ്ട് ബാറിൽ ഡോൾബിയുടെ ഓൾമോസ്റ്റ് എല്ലാ ഫോർമാറ്റുകളും സപ്പോർട്ട് ചെയ്യും. ഡോൾബി അറ്റ്മോസ് ഒക്കെ കിട്ടണമെങ്കിൽ എപ്പോഴും ഒരു EARC കേബിൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതായത് HDMI 2.1 കേബിള് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഒരു ഫോർമാറ്റ് കിട്ടത്തുള്ളൂ. ഞാനിത് കൂടുതൽ യൂസ് ചെയ്യുന്നതിന്റെ പ്രൊജക്ടറിലാണ്. അതിൽ ARC മാത്രമേ ഉള്ളൂ. അതിന്റെ പോർട്ട് ARC പോർട്ടാണ്. അപ്പൊ അതിൽ കണക്ട് ചെയ്യുമ്പോൾ എനിക്കൊരിക്കലും ഡോൾബി അറ്റ്മോസ് കിട്ടാറില്ല. പക്ഷെ എന്നാലും 2.1 എന്നുള്ള രീതിയിൽ മികച്ച രീതിയിൽ തന്നെ എനിക്കൊരു സൗണ്ട് ഔട്ട്പുട്ട് ഒക്കെ കിട്ടുന്നുണ്ട്. ലെഫ്റ്റും റൈറ്റും ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ടിവിയിൽ ഞാൻ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ അകത്ത് ടിവിയിൽ EARCയുടെ സ്ലോട്ട് ഉണ്ട്. അതിൽ കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് അറ്റ്മോസ് എഫക്ട് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അറ്റ്മോസ് വീഡിയോ ആണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് ഡിസ്പ്ലേയിൽ ഡോൾബി അറ്റ്മോസ് എന്നുള്ള കാര്യം കാണിക്കും. അതുപോലെ തന്നെ ഡോൾബിയിലുള്ള ഒരു ഓഡിയോ ആണെങ്കിൽ, അതായത് ഡോൾബി 5.1 ഒക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് ഇതിനകത്ത് ഡോൾബി ഓഡിയോ എന്നുള്ളത് കാണിക്കും. പിന്നെ EARCയിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ എപ്പോഴും ഡിസ്പ്ലേയിൽ EARC എന്ന് കാണിക്കും. ARCയിലാണെങ്കിൽ ARC എന്നായിരിക്കും ഇതിന്റെ അകത്ത് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഇതിന്റെ അകത്ത് എപ്പോഴും ഒരു EARC കേബിൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എഫക്ട് കിട്ടുള്ളൂ. EARC കേബിൾ കണക്ട് ചെയ്യുന്ന സമയത്ത് സൗണ്ട് യൂഷ്വലി ഉള്ള സൗണ്ടിനേക്കാളും കുറച്ചും കൂടെ ലൗഡായിട്ട്, കുറച്ചും കൂടെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടായിരിക്കും സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക. ഇനി ഒന്ന് രണ്ട് EARC കേബിളും കൂടെ ഞാൻ പരിചയപ്പെടുത്താം. ഒന്നാമതായിട്ട് ഫിലിപ്സിന്റെ ഒരു HDMI കേബിൾ, അതായത് EARC കേബിളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് ലുലുന്ന് മേടിച്ചതാണ്. ഇതൊരു 3 മീറ്റർ കേബിളാണ്. ഇതിന്റെ ടിപ്പ് വരുമ്പോ ഒരു ഗോൾഡിഷ് കളർ ആയിരിക്കും വരുന്നത്. 3 മീറ്റർ നീളം എന്ന് പറയുമ്പോൾ കുറച്ച് നീളം കാണത്തുള്ളൂ. ഇനി വേറൊരു കേബിളും കൂടെ പരിചയപ്പെടുത്തുകയാണ്. ഇത് ഹണിവെൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു കേബിളാണ്. ഇത് നമുക്ക് ഓൺലൈനൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത് 5 മീറ്റർ കേബിളാണ്. ഇതിന്റെയും ടിപ്പ് വരുന്നത് ആ ഒരു ഗോൾഡിഷ് കളറിലായിരിക്കും. ഇതാകുമ്പോൾ അത്യാവശ്യം നമുക്ക് കുറച്ചും കൂടെ ലെങ്ത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം അറ്റ്മോസ് എഫക്റ്റ് ഒക്കെ കിട്ടണമെങ്കിൽ ഇതുപോലത്തെ ഒരു കേബിൾ യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. We were sparks on quiet streets, two hearts finding where to meet. But life pulled us apart, left me talking to the dark. If I called you tonight, would it feel the same? Or have we both moved on to different names? Take me back to the start, before the quiet and the scars. When the world felt small and your hands felt warm. Take me back to the start.
മൊത്തം സൗണ്ട് ബാർ യൂണിറ്റിൽ 5.2.4 എന്ന പാറ്റേണിലാണ് സ്പീക്കർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെബ്രോണിക്സിന്റെ ഓഡിയോ ഡിവൈസുകളുടെ പ്രത്യേകത എന്നത് അതിൽ നിന്നും ഡീപ്പ് ബേസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഡിവൈസിൽ നിന്നും നമുക്ക് നല്ലൊരു ബേസ് കിട്ടുന്നുണ്ട്. 2 സബ്വൂഫേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ബാസ് ഈ ഡിവൈസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് വോയിസ് ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നല്ല ക്വാളിറ്റി ഉള്ള വോയിസ് ഔട്ട്പുട്ട് ആണ് ഈ ഡിവൈസിൽ നിന്നും കിട്ടുന്നത്. ഇതിലെ കരോക്കെ മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പാട്ടിലെ വോക്കൽസ് ഓഫ് ആയിട്ട് നമുക്ക് ആ പാട്ട് പാടാനായിട്ട് സാധിക്കും. ബ്ലൂടൂത്ത് കൂടാതെ നിരവധി കണക്ടിവിറ്റി ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ പല മീഡിയം വഴി നമുക്ക് ഇതിന്റെ അകത്ത് ഓഡിയോ ഫയൽസ് കണക്ട് ചെയ്യാൻ സാധിക്കും. ഈ സൗണ്ട് ബാറിൽ ഡോൾബി ഫോർമാറ്റ് മാത്രമല്ല DTS ഫോർമാറ്റിലുള്ള ഓഡിയോ ഫയൽസും സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ 725 വാട്ട്സിൽ ഇമ്മേഴ്സീവ് ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് സറൗണ്ട് സൗണ്ട് എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നു. ഇനി പ്രോഡക്റ്റിന്റെ വിലയും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. 84,999 ഇതിന്റെ MRP റേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അത്രയും പ്രൈസ് ഒന്നും കൊടുത്ത് ഇത് നമ്മൾ മേടിക്കേണ്ട കാര്യമില്ല. ഞാനിത് മേടിച്ച സമയത്ത് എനിക്കായത് 32,999 രൂപയായിരുന്നു. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ആമസോണിലും ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ഞാനിത് മേടിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഒരു ബോട്ട് സെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം ഒരു 6,000 രൂപയോളം പ്രൈസ് ടോപ്പ് ഈ ഒരു പ്രോഡക്റ്റിന് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഒരു 1.5 വർഷത്തിൽ കൂടുതൽ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നല്ല രീതിയിൽ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. ഈ ഭാവിയിൽ ഇനി വീണ്ടും കുറയാൻ സാധ്യതയുണ്ട്. ഇതിനുശേഷം പുതിയ പ്രോഡക്റ്റ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൈസ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇനി ഭാവിയിൽ ഇനി ചിലപ്പോൾ വീണ്ടും കുറഞ്ഞേക്കാം. എന്നാലും ഇപ്പോഴും നല്ല വൃത്തിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. നല്ല രീതിയിൽ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇതിന്റെ വാറന്റി നോക്കുകയാണെങ്കിൽ 1 ഇയർ വാറന്റിയോടുകൂടിയാണ് പ്രോഡക്റ്റ് വരുന്നത്. നിങ്ങൾക്ക് വാറന്റി കിട്ടണമെങ്കിൽ സെബ്രോണിക്സിന്റെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ പർച്ചേസ് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഓൺലൈനിൽ നിങ്ങൾ ഏതൊരു പ്രോഡക്റ്റ് മേടിച്ചിരുന്നാലും ഏത് കമ്പനിയുടെയാണോ മേടിക്കുന്നത് അതത് കമ്പനിയുടെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ പർച്ചേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു വാറന്റി കിട്ടത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ന് നിങ്ങളൊരു പ്രോഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ആ പർച്ചേസ് രജിസ്റ്റർ ചെയ്യണം, അവരുടെ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇന്ന് മുതൽ 1 ഇയർ വരെയുള്ള വാറന്റി നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ നിങ്ങളിപ്പോ ഇന്ന് മേടിച്ചിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ആ ഒരു പർച്ചേസ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ആ 2 മാസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് മുതൽ പിന്നെ 1 വർഷത്തേക്ക് അങ്ങനെയല്ല വരുന്നത്. നിങ്ങൾ ആ ഒരു വർഷം നിങ്ങൾ പർച്ചേസ് ചെയ്ത ഡേറ്റ് മുതൽ 1 വർഷം തന്നെയായിരിക്കും. പക്ഷേ നിങ്ങൾ 2 മാസം കഴിഞ്ഞിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു 2 മാസം കുറഞ്ഞിട്ട് ബാക്കിയുള്ള ഡേറ്റ് ആയിരിക്കും നിങ്ങളുടെ ആ ഒരു വാറന്റി പീരീഡ് ആയിട്ട് അവർ കണക്കാക്കുന്നത്. അപ്പോൾ ഓൺലൈനിൽ ഏതൊരു സാധനം പർച്ചേസ് ചെയ്ത് തന്നാലും ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോളുക. We were sparks on quiet streets, 2 hearts finding where to meet. But life pulled us apart, left me talking to the dark. If I called you tonight, would it feel the same? Or have we both moved on to different names? Take me back to the start, before the quiet and the scars. When the world felt small and your hands felt warm. Take me back to the start, if only for a moment. I've been up since 3. സെബ്രോണിക്സ് ഡ്യൂക്ക് ബാർ 9900 കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ആക്കി ഇവിടെ രേഖപ്പെടുത്തുക. അത് മാത്രമല്ല ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കിനെ. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മാത്രം ശോകമാണ്. എന്റെ ചാനലിന്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കാറ്റ് കൊണ്ട് തണുക്കുമ്പോ 2 ഇറ്റ് പോയാലായി. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. അതുവരെ ദിസ് ഈസ് ഡ്രീമർ signing off. Before the